വാർഡ് മെമ്പർ, അതുപോലെ നാട്ടിലെ കാരണന്മാരായ ആളുകളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ ക്ലബിന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, അപൂർവങ്ങളായ ഒരു പരിപാടിയാണ്, അപൂർവമായ ഒരു പരിപാടിയാണ് ഇന്നിപ്പോഴെ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇങ്ങനെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായിട്ട് മാറി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായിട്ട് മാറി എന്ന് പറയുമ്പോൾ നമുക്കതിൽ വളരെ സന്തോഷിക്കാനും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ക്ലബ്ബ് ഈ കൃത്യം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ സംഭവം ഇവിടെ നടക്കുന്നത്, അതിന് ഏറ്റവും വലിയ സന്തോഷം കാണിക്കുന്നത് ഇവിടുത്തെ ക്ലബിന്റെ ഭാരവാഹികളും ഇവിടുത്തെ കുട്ടികളുമാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിന്റെ ആദ്യപടിയാണ്, ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ഈ ക്ലബ്ബുള്ളത്. ഇതിന്റെ ഈ വലിയ യാത്രയുടെ ആദ്യപടിയിലാണ് ഇപ്പോ ദീപക് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഈ യാത്രയിൽ ഒരുപാട് താരങ്ങൾ അങ്ങനെ പല രംഗത്തും നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. അത് ഞങ്ങൾ കാണിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പരിപാടിയും കൂടെയാണ് ഇതെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടുത്തെ ഉത്സുകരായ ഈ യുവാക്കള് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്പോർട്സ് രംഗത്തും ഗെയിംസ് രംഗത്തും എല്ലാം, ക്രിക്കറ്റിലും ഫുട്ബോളിലും ഷട്ടിലിലും മറ്റുള്ള എല്ലാ രംഗത്തും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല പ്രതിഭകൾ ഉള്ള ഈ നാട്ടിന് ഇപ്പോ കളിസ്ഥലം എന്ന് പറയുന്നത് സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കാലത്ത് ഈ നാടിന്റെ അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു കളിസ്ഥലം മാത്രമാണ്. നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടുകയും ആ നേടിത്തരുകയും ഞങ്ങളത് ഒരു വലിയ പ്രതീക്ഷയിൽ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു വലിയ അംഗീകാരത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ മേയർ ടീച്ചറെയും അതുപോലെ ഇവിടുത്തെ മെഡൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന ഉണ്ണിയേട്ടനും അതുപോലെ വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും, എല്ലാത്തിനുമുപരി ഈ പരിപാടിക്ക് വളരെ സജീവ സാന്നിധ്യം കൊണ്ട് ഇതിനെ അനുഗ്രഹിച്ച എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അതുപോലെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കാരണവന്മാരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ആദ്യമായിട്ട് ഉപഹാരം നൽകുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി മേരി ടീച്ചറെ ഇവിടേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനനായ സുഹൃത്തും നാടിന്റെ അഭിമാനവുമായ ദീപകിനെയും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇനി മേരി ടീച്ചർ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ലംഘിക്കുന്ന ഒരേ ഒരു വേദിയായിരുന്നു കായികരം. ഒരു രാഷ്ട്രീയ സ്പോർട്സ് രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരാളൊരു അംഗീകാരമായി വന്നാലും അങ്ങനത്തെ സ്റ്റേഡിയം
കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് ഞാൻ ഉള്ളതുകൊണ്ട് പറയാണ്, അതിന് നമ്മൾ ഫണ്ട് നീക്കി വെച്ചിട്ട് അതിന് മതിയായ ഒരു സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് അത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ഭരണസമിതിക്ക് കാര്യങ്ങളിൽ സത്യമുണ്ടാവുകയും സാധ്യമാരാകട്ടെ നമ്മൾ എല്ലാവിധ അനുഭവങ്ങളും സമ്മാനം പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന് ക്ഷണിച്ച കാര്യമായിട്ട് നല്ലവരായ നാട്ടുകാർ കാരണവന്മാർ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന പൊതുവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ് ഇന്ന് എന്ന് തീർച്ചയായിട്ടും പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസ്ഥാന തലത്തിൽ ജാവലിൻ ത്രോയിൽ ജില്ലയുടെ അഭിമാനമായ, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനമായ, പ്രദേശത്തിന്റെ താരം തന്നെയായിട്ട് മാറി നമ്മുടെ ക്ലബിന്റെ അധികാരപരിധിയിലുള്ളൊരു ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപക് ഉൾപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഉചിതമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥിന്റെ ഈ വളർച്ചയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുള്ള മറ്റുള്ള ആളുകൾ കൂടി ഇത് പ്രചോദനമാവാൻ ഉപകരിക്കും. ഇത് ചെയ്ത ക്ലബിനെ ആദ്യമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദീപകിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് ജില്ലയുടെ അഭിമാനമായിട്ടാണ് ദീപക് മാറിയതെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള താരമായിട്ട് വരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു കാര്യം, ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ അധ്യക്ഷന്റെ നിന്ന് വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്ലബിനെ കുറിച്ചുള്ളതാണ്, ഒരു ഗ്രൗണ്ടിനെ കുറിച്ചുള്ളതായിരുന്നു. അതിൽ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള ഒരു ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് ചില പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നാണ് സ്കൂളിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഉപകാരപ്രദമായി. എന്തായാലും നിങ്ങളുടെ എല്ലാവരും വികാരം മാനിച്ചുകൊണ്ട് തന്നെ അതിന് ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പ്രായോഗികമായിട്ടുള്ള കുറേ തടസ്സവാദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ തടസ്സങ്ങൾ നീക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തട്ടിക്കൊണ്ടൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് വെച്ചാൽ ചെറിയ വിഷയം ഉണ്ടായത്. അവൻ പോലീസ് കേസൊക്കെ ആയപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം അവളങ്ങനെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്ഷമിക്കാം. പിന്നെ നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിൽ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു കുറേ കാലം മുന്നേ ഉള്ളതാണ്. ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങാമെന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല പവർ ബോയ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് നമ്മുടെ പ്രദേശത്തുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് രംഗത്ത് കലാകായിക രംഗത്ത് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണവും ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ കയ്യിൽ നിന്നുണ്ടാകുമെന്ന് 100% ഈ പരിപാടി സംഘടിപ്പിച്ച അതിനെ ക്ഷണിച്ച ഈ ക്ലബിന്റെ മൊത്തം അംഗങ്ങളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ദീപകിനോട് പ്രത്യേകമായിട്ടുള്ള അനുമോദനം പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ നിർദ്ദേശിക്കുന്നു. ദീപകിന് അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് മുന്നേറ്റം ഇതിനെന്താ അത്ര കൂടുതൽ മരുന്ന് തണുത്ത മലപ്പുറം ജില്ലയിലെ കായിക മത്സരത്തിൽ താരം പിടിച്ച് 4 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ നല്ലവരായ എന്റെ കുട്ടികളെല്ലാവരും തന്നെ വന്ന് അവിടെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് അതേ സമയത്ത് അമർഷവും തോന്നാറുണ്ട്. കാരണം ഞാൻ പറയാം, ഇവിടെ പല പഞ്ചായത്ത് ഭരണസമിതികളും ഇവിടെ വന്നിട്ടുണ്ട്. പല പഞ്ചായത്ത് ഭരണസമിതികളിലും പല ഇതിലും ഞാൻ ഇവിടുത്തെ ഈ UDFന്റെ ചെയർമാനായിരുന്ന കാലത്ത് പോലും പല രംഗത്തും പല സ്റ്റേജുകളിലും ഞാൻ സംസാരിച്ചതാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ നല്ലവരായ കുട്ടികൾക്കും എല്ലാം തന്നെ സൗകര്യപ്രദമായി കാണത്തക്ക ഒരു സ്റ്റേഡിയം ഇവിടെ സ്ഥാപിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അത് ഇതിന്റെ ഭാരവാഹികൾ ആരും തന്നെ ചെവിക്കൊണ്ടില്ല എന്നുള്ളത് ഖേദപൂർവ്വം ഞാൻ ഈ സ്റ്റേഡിയം ഇവിടെ മാറും സംസാരിച്ച് ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വളരെയധികം കായിക
പ്രേമികളുള്ള ഒരു പ്രദേശമാണ്, കായിക രംഗത്ത് ശോഭിക്കുന്ന കുട്ടികളുള്ള ഒരു പ്രദേശമാണ് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ദേശീയ ലെവലിലും ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യത്ത് പോലും നമ്മുടെ ഗെയിംസ് ഐറ്റങ്ങളിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള പല പല ജേതാക്കളും നമ്മുടെ കേരളത്തിലുണ്ട്. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ അതിന് വേണ്ടത്ര സൗകര്യങ്ങൾ സംരംഭമായിട്ട് ഈ പയ്യോളി എന്ന സ്ഥലത്ത് നമുക്ക് നിലകൊള്ളുന്നു. ആ പയ്യോളിയിൽ നിന്ന് ഈ ഏഷ്യ പരിപാടിയിൽ അത് ജേതാവായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് പോലും ഇവിടുത്തെ സാധാരണക്കാരായ കളിക്കാർക്ക് വേണ്ടി യാതൊരുവിധ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഖേദപൂർവമായ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ജയകുമാർ മന്ത്രി സ്പോർട്സ് മന്ത്രി പറയുന്നുണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സ്പോർട്സിന്റെ ചില പരിപാടികൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അക്കു വെച്ചിട്ടുണ്ട് Tare